അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ ഈ ചെറിയ മൈക്കിൽ ഈ മാപ്പിൾപ്പാട്ടിൻ്റെ ഈ ഫസ്റ്റ് വരി എന്നുവെച്ചാൽ 2-3 മാപ്പിൾപ്പാട്ടിൻ്റെ ഫസ്റ്റ് വരി നിങ്ങളെ മുന്നിലേക്ക് ഞാൻ പാടി തരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. മുത്തുവൈര കല്ലിൽ വെച്ച രക്തമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, താമരപ്പൂവിൻ്റെ മൊട്ട് കുരുത്തമാല്യം മാറിലിട്ട് ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത്, ഓമന പെണ്ണിൻ്റെ മാരൻ എത്തും ചാരത്ത്, മുത്തുവൈര കല്ല് വെച്ച രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, മാതളപ്പൂ പോലെ പെണ്ണ് ചിരിക്കും നേരം, തനതന്ത തനതന്ത തനതന്ന തനതന്ന തനതന തന്തിന്നോ, തനതന്ത തനതന്ന തനതന 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 തന്തിന്നോ. മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂലു യാസീൻ മുഹമ്മദ് റസൂലേ, ഉദയസ്തമാന ഉപകാരദീന ഉദകും പ്രഭോവേ ഉടയോൻ ഹബീബേ. മണിദീപമേ മക്കി മദീന നിലാവേ മഖ്ബൂലു യാസീൻ മുഹമ്മദ് റസൂലേ, ഉദയസ്തമാന ഉപകാരദീന ഉദകും പ്രഭോവേ ഉടയോൻ ഹബീബേ. അസ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ഹാലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അസ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത് ഹർവും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, മുത്തായ തങ്ങൾ താളർന്നു കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, മുത്തായ തങ്ങൾ താളർന്നു കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, ഏറ്റം വിശദക്കാർ ഉപ്പായെ നോക്കുന്നു, ഏറെ പരിചരല്ലാരും നിൽക്കുന്നു, അസ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത് ഹർവും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീൽ അന്നേരം വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്തു നിന്നിട്ട്, മലക്കുൽ മൗത്ത് അസ്റായീൽ അന്നേരം വന്നിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്തു നിന്നിട്ട്, മാണിക്കക്കല്ലിനോ ഏറ്റം ആദബിലെ മെമ്മസലാമും പറയുന്നു നേരിലെ, അസ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത് ഹർവും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. വിശേഷം മാലക്ക് പറയുന്നു, മന്നാന്റെ ഹാമർ പോലെ വന്നുള്ളതാണെന്ന്, വന്ന വിശേഷം മാലക്ക് പറയുന്നു, മന്നാന്റെ ഹാമർ പോലെ വന്നുള്ളതാണെന്ന്, സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടോതിരിക്കാനും, അസ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത് ഹർവും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ, അസ്റഫുൽ ഹൽക്കിൻ വഫാത്തിൻ്റെ നേരത്ത്
ഹർവും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മനുഷ്യന്മാരെ, ഈ മൈക്കിൽ പാട്ട് പാടാൻ പൂതിണ്ടായിട്ട് പാടില്ല. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളെ മുന്നിക്ക് പാട്ട് പാടി തരാൻ എനിക്ക് പൂതിണ്ടായിട്ടല്ല. കാരണം ഞാൻ ഈ നിർമ്മാണ മേഖലയിൽ, ഈ തേപ്പ് പടുവിൻ്റെ മേഖലയിൽ 28 കൊല്ലമായി ഞാൻ പണിക്കിറങ്ങിയിട്ട്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഫസ്റ്റ് ബംഗാളികൾ വന്നെന്ന് ഒരു കുഴപ്പമില്ല. അവരും ഞങ്ങളും മാന്യമായ റേറ്റിനായിരുന്നു പണി എടുത്തുകൊണ്ട് ഇരുന്നത്. പിന്നെ നമ്മളവിടെ നോട്ട് നിരോധനം വന്നു, കൊറോണയും വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ശേഷം ഇപ്പോൾ ബംഗാളിൽ ആസാമിലൊക്കെ പറ്റ പണി കമ്മി ആയിട്ട് അവർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അവർ റേറ്റ് പറ്റ കുറച്ചുകൊണ്ടാണ് പണി എടുക്കൽ തുടങ്ങിയത്. കാരണം 100-ൽ 70% വീട്ടുകാർ മാന്യമായ റേറ്റ് ഈ കോൺട്രാക്ടർമാർക്ക്, ഈ ഏജൻറ്റന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ 30% വീട്ടുകാർ മാത്രമാണ് ഈ ബംഗാളിക്ക് നേരിട്ട് തേപ്പ് കൊടുക്കുന്നത്. കാരണം ഒരു വീടിൻ്റെ പണിമേന്ന് പറഞ്ഞാൽ തേപ്പാണ് കൂടുതൽ ഉണ്ടാകുക, തേപ്പിൻ്റെ പണി. അപ്പോൾ ഈ ബംഗാളികൾ ഈ കൊറോണ കഴിഞ്ഞിട്ട് ഈ ബംഗാളികൾ ഈ ചെറിയ റേറ്റിന് എടുത്തുങ്ങാണ്ട് അവർ രാവിലെ ഇറങ്ങിയാണ്ട് രാത്രി 8-9 മണി വരെ പോത്തുകൾ പണിയെടുക്കന്മാർ ഇപ്പോൾ പണിയെടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇവരൊക്കെ വേർപ്പിൻ്റെ അധിക പൈസ കിട്ടുന്നത് പറഞ്ഞാൽ ഈ ഏജൻറ്റന്മാർക്കാണ്. എല്ലാ ഏജൻറ്റന്മാരും പറയില്ല. ഈ മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർ ഏജൻറ്റന്മാർക്കാണ് കിട്ടുന്നത്. ഈ ബംഗാളികളെ വേർപ്പ്. ഞങ്ങൾ എന്നിട്ട് മലയാളീസ്, മടിയില്ലാത്ത മലയാളീസ് എന്നുവെച്ചാൽ ചെറിയ റേറ്റിന് എടുക്കാതെ നോക്കും. പക്ഷേ എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബം നോക്കണ്ടേ. എന്നിട്ടും തന്നെ ഞങ്ങൾ ഈ ചില പണി ചെറിയ റേറ്റിന് എടുത്തിട്ട് എൻ്റെ കാര്യം പറഞ്ഞുതരാം. വേറെ കാര്യം കണ്ടമാനുണ്ട്, എന്നോട് പറഞ്ഞ മലയാളീസ് ഉണ്ട്. എൻ്റെ കാര്യം പറഞ്ഞുതരാം. എൻ്റെ ഒപ്പം എല്ലാ പണിക്കാർക്ക് പണിക്കൂലി കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ 4, 5, 6 പണി കൂലില്ലാതെ ലാസ്റ്റ് എടുത്തുകൊണ്ടാണ് ആ ഓരോ വീടിൻ്റെ പണി ഞാൻ മുഴുവനാക്കൽ. എന്നാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് വെച്ചാൽ പണിക്കൂലി കിട്ടിയ പേരുണ്ട് പറയുമ്പോൾ ഒക്കെ പറയണം. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ പണിക്കൂലി കിട്ടിയ പെരക്കാരെന്താ ഇനി പറ്റി കരുതുക. ഇപ്പം ഞാൻ ഈ തൂര് ഭാഗത്ത് ഇപ്പം എൻ്റെ അമ്മോൻ്റെ കുട്ടീൻ്റെ ബസീറിൻ്റെ പണി അതിന്മേ എനിക്ക് പണിക്കൂലി കിട്ടിയിരിക്കണ്. അത് കഴിഞ്ഞിട്ട് തൂര് തന്നെ ഇമ്രാഖാൻ്റെ പണി അതിന്മേ എനിക്ക് പണിക്കൂലി കിട്ടിയിരിക്കണ്. അതിൻ്റെ മുന്നേ കാളിയാവ് അബുമാഷ മകൻ്റെ വീടിൻ്റെ പണി അതിന്മേൽ പണിക്കൂലി കിട്ടിയില്ല. പക്ഷേ ആ അബുമാഷ് നല്ല വ്യക്തി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പണിക്കൂലി വെച്ച് തന്നു. ഇപ്പോൾ ഞങ്ങൾ പണിയെടുക്കുന്നത് തൃശ്ശൂരാണ്, ഈ ചന്ദ്ര പിന്നീരാണ്. അതിൻ്റെ മുതലാളി തന്നെ, ആ പേരൻ്റെ ആളും തന്നെ സൗദിയിലാണ്. അങ്ങനെ എൻ്റെ നമ്പർ യൂട്യൂബിൽ കണ്ടുകൊണ്ട് അങ്ങനെ വിളിച്ചാണ് കിട്ടിയാണ്. അയാൾ തന്നെ നല്ല വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ കുറേ മുന്നേ ഈ ഇടത്തരായി മുതലാളിമാർ അതേമാതിരി ചില കോൺട്രാക്ടർമാരൊക്കെ പണി പോയി എടുത്തിട്ട് എന്നുവെച്ചാൽ നിവൃത്തികൊണ്ടാണ് പോയി പണി എടുത്തിക്കുന്നത്. കുടുംബം നോക്കേണ്ട രീതിയിൽ ഒരുപാട് പൈസ കിട്ടാണ്ട്. ഇന്ന് സാധാരണക്കാരെ പേരെ പോയിങ്ങാണ്ട് കരാറ് തേപ്പെടുത്ത് കഴിഞ്ഞാൽ കൂലി ഒത്തിട്ടില്ലെങ്കിൽ അവർ കൂലി വെച്ച് തരും. ഈ ഇടത്തരായി മുതലാളിമാർ, ചില മുതലാളിമാർ കണ്ണ് ചോരല്ലാത്ത മുതലാളിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ മദ്രസ പഠിച്ച് എന്നെ ഉസ്താദ്മാർ പഠിപ്പിച്ച് തന്നിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഒരു പണി കയറാൻ ഒരു ടൈം ഉണ്ടാവും. ആ പണി കയറിയിട്ട് വേരപ്പ് വറ്റണ മുന്നേ പണിക്കൂലി കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ കൂലി വെക്കൂലെങ്കിലും കൂലി വെച്ച് കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? ഇതിന് വേണ്ടി ഞാൻ ഒരു കൊല്ലം മുന്നേ ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് എന്നുവെച്ചാൽ വണ്ടൂരിൽ നിന്ന് ഞാൻ ഫുള്ള് നടക്കണം കരുതുന്നത് തിരുവനന്തപുരത്തേക്ക്. പക്ഷേ അതും നടന്നില്ല. പെരുന്നാളാണ് എത്തിയപ്പോഴത്തെ കാലിൻ്റെ മസിൽ വേദന ആയിട്ട് ഞാൻ പിന്നെ പെരുന്നാളിൽ നേരെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പോയാണ്ട് അവിടുന്ന് എൻ്റെ കൂട്ടുകാരനെ കൂട്ടിക്കാണ്ട് പിന്നെ അവിടുന്ന് ഞാൻ ട്രെയിനിന് പോയിക്കാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്നും പിരാതുണ്ടായിട്ടൊന്നുമല്ല, അതൊക്കെ നിവൃത്തികേടുകൊണ്ടാണ് അന്ന് പോകാൻ കാരണം. അവിടെ പോയിട്ടും തന്നെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ ആധിക്യം കാരണം തദ്ദേശീയർക്ക് ജോലി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കാളികാവ് സ്വദേശിയുടെ ഒറ്റയാൾ പോരാട്ടം. തദ്ദേശീയർക്ക് ജോലി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര നടത്തിയാണ് നീലാഞ്ചേരി സ്വദേശി KP മജീദിന്റെ വേറിട്ട പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെ 7 മണിക്കാണ് പ്രതിഷേധ നടത്തം ആരംഭിച്ചത്. വണ്ടൂരങ്ങാടിയിൽ നിന്നും
കാൽനടയായി പുറപ്പെട്ട മജീദിന് തിരുവനന്തപുരത്തെത്തി തന്റെ ആവശ്യം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിഥി തൊഴിലാളികൾ കുറഞ്ഞ വേതനമാണ് വാങ്ങുന്നത്. ഇങ്ങനെ ജോലി ചെയ്യാൻ തദ്ദേശീയർക്ക് സാധിക്കുന്നില്ല. കേരളത്തിലെ ജീവിത നിലവാരവും മറ്റ് സംസ്ഥാനങ്ങളിലെ നിലവാരവും വ്യത്യസ്തമാണ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന നാട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കണമെന്നും മജീദ് പറയുന്നു. മജീദ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ഈ മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രയാസത്തിലാണ്. ഇത് മനസ്സിലാക്കിയാണ് യുവാവിന്റെ കാൽനട പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പോയ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ചുരുക്കി പറയട്ടെ, ഞാൻ ഈ യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പടവ് തേപ്പ് അത് വീഡിയോ എടുത്ത് കണ്ടിട്ടാണ് പണി കിട്ടാനായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ നേരെ പറയട്ടെ, എനിക്ക് ഇതിൽ ഒരാളെ പേരെ പണി എടുത്തുകൊണ്ട് ചില പണിക്കൂലി കിട്ടാത്തതുകൊണ്ട് എനിക്ക് കുറേ കടബാധ്യത ഉണ്ട്. സത്യം അറിയണേ, 3 ലക്ഷം റുപ്യേനെ മേലക്കുണ്ട്. ഇതിന് എന്തെങ്കിലും കിട്ടിയാലുള്ളൂ എൻ്റെ കടം എനിക്ക് വീട്ടാൻ പിന്നെ പറ്റുക. ഇപ്പം പണിയെടുത്താൽ എൻ്റെ വീടിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് പോകുന്നത്. ഇത് ഞാൻ തമാസറിയല്ല.